രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. രാധയുടെ പ്രണയം 94ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. എല്ലാ തിങ്കളാഴ്ചയുടെ മുമ്പുള്ള എപ്പിസോഡ് വേണ്ടവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. നമ്മുടെ ചാനലിൽ എന്തൊക്കെയുണ്ട്, എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയം കിട്ടിയിരിക്കും. അതോടുകൂടി ആയുരാരോഗ്യ സൗഖ്യത്തിന് അത് ഉത്തമമാണ്. എല്ലാ ചൊവ്വാഴ്ചയും രാധയുടെ പ്രണയം, ദാമ്പത്യ സൗഖ്യം, പ്രണയ സാഫല്യം, ധനധാന്യ സമൃദ്ധി. ബുധനാഴ്ച ശ്രീബുദ്ധൻ, കൃഷ്ണന്റെ അവതാരമായ ശ്രീബുദ്ധന്റെ കഥ, അവതാര കഥകൾ കേൾക്കുന്നത് മോക്ഷപ്രാപ്തിക്ക് സഹായിക്കും. എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതി, അതായത് രാധയുടെ പ്രണയം കേൾക്കുന്ന അതേ ഫലസിദ്ധിയാണ്. ദാമ്പത്യ സൗഖ്യം, പിന്നെ പ്രണയ സാഫല്യം, ധനധാന്യ സമൃദ്ധി. എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾ നിശ്ചയമായും വെള്ളിയാഴ്ച മുടങ്ങാതെ കേൾക്കണം ധർമ്മപദം. ഒന്ന് ഓർമ്മിക്കുക, ഈ ധർമ്മപദം കേൾക്കാതെ ഒരു കാരണവശാലും മോക്ഷം കിട്ടുമെന്ന് നിങ്ങൾ കരുതണ്ട. ഇതിനകത്ത് സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് എടുത്താൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഉണ്ട്. അതല്ല എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കണമെങ്കിൽ എൻ്റെ സ്ഥലം കൊല്ലമാണ്. ഇവിടെ ദൂരെ നിന്നൊക്കെ ആളുകൾ വന്ന് പഠിക്കുന്നുണ്ട്. സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷും IELTS ഒക്കെ ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോയെ
എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ആശ്രയിച്ചാൽ മതി. അതേ കണക്ക് ഇതിനകത്ത് ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം, അത് നിങ്ങൾ കേൾക്കുക. അതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ 96453339 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. അപ്പോൾ ഞാൻ അതിന് വേണ്ടുന്ന ഉത്തരങ്ങൾ നൽകും. അത് തികച്ചും സൗജന്യമായിരിക്കും. അതേ കണക്ക് ഒരിടത്തൊരിടത്തൊരു അച്ഛനുണ്ടായിരുന്നു എന്ന വീഡിയോ, പിന്നെ അഷ്ടാവക്ര ഗീത, നിശ്ചയമായും അഷ്ടാവക്ര ഗീത കേൾക്കണം. ഹിന്ദുക്കൾ അറിയേണ്ടവ, അങ്ങനെ സകല കാര്യങ്ങളും നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഉണ്ട്. അപ്പോൾ ഇനി അത് കണക്ക് പ്രണയം എങ്ങനെ വിജയിക്കാം അത് കാണണം. അത് പ്രണയിക്കുന്ന പെൺകുട്ടികളും കേൾക്കണം. അതോടൊപ്പം പെൺമക്കളുള്ള അച്ഛനും അമ്മയും ഉറപ്പായിട്ടും അതെന്ത് ചെയ്യണം? കേട്ടിരിക്കണം. ഇനി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങണം. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണിക്ക് ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ നമ്മുടെ ചാനല് രാധേ രാധേ എന്ന ചാനല് 1,00,000 സബ്സ്ക്രൈബേഴ്സിനെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 1,00,000-ൽ കൂടുതലായി കഴിഞ്ഞു. അപ്പം നിരവധി പേരാണ് എനിക്ക് അനുമോദന സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരോടൊക്കെ ഞാൻ നന്ദി പറയുന്നു. അതിൽ നിന്ന് വളരെ കുറച്ച് പേര് ഭാരവാഹികൾ, അങ്ങനെ 5-6 പേര്, അങ്ങനെ കുറച്ച് പേരുടെ മാത്രം അഭിനന്ദന സന്ദേശങ്ങൾ നിങ്ങൾക്കിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് കാണാം. മറ്റുള്ളവർ അതിൻ്റെ പേരിൽ പിണങ്ങരുത്. കാരണം എനിക്ക് വന്നിരിക്കുന്ന അഭിനന്ദന സന്ദേശങ്ങളെല്ലാം കൂടി ഇടുകയാണെങ്കിൽ അതൊരു മണിക്കൂർ എടുക്കും. അത് നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് എനിക്ക് വന്നതിൽ നിന്ന് നമ്മുടെ ഒരു യൂണിറ്റ് അംഗങ്ങളും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന കുറച്ചു പേരെ തിരഞ്ഞെടുത്തിട്ട് അവരെന്താണ് പറഞ്ഞിരിക്കുന്നത് അവരുടെ അനുമോദനങ്ങൾ ഞാനിപ്പോൾ നിങ്ങളിതാ കാണാൻ പോവുകയാണ്. മറ്റുള്ളവർ പിണങ്ങരുത്, മറ്റുള്ളവർ വിഷമിക്കരുത്. എനിക്ക് വേണ്ടി അനുമോദന സന്ദേശം അയച്ച സകല ആളുകൾക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും കൂടെ പറ്റാത്തത് കൊണ്ടാണ് ഭാരവാഹികളായി ഇതിൻ്റെ യൂണിറ്റിന് വേണ്ടി ഓരോ സ്ഥലത്തും പ്രവർത്തിക്കുന്ന കുറച്ച് പേരുടെ പിന്നെ ഭാരവാഹി അല്ലാതെ തന്നെ നന്നായി പ്രവർത്തിക്കുന്നവർ അവരുടേത് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നിശ്ചയമായിട്ടും കാണുമല്ലോ. അപ്പം ദാണ്ട് നിങ്ങൾ കാണാൻ പോവുകയാണ്. എല്ലാ രാധാജിയുടെ ഭക്തർക്കും എൻ്റെ ആശംസകൾ. നമ്മുടെ ഈ ചാനൽ 1,00,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുന്നു. സർവ്വവിധ ആശംസകളും. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം ദിലീപ് സാറിന് സകലവിധ ആശംസകളും എല്ലാം നേരുന്നു. നമ്മുടെ രാധേ രാധേ ചാനൽ 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ച നമ്മുടെ ദിലീപ് സാറിന് ആദ്യമേ നന്ദി പറയുകയാണ്. കൊട്ടാരക്കര യൂണിയൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയിലും സാറിന് എല്ലാവിധ ആരോഗ്യ സൗഖ്യവും നേരുന്നു. ഇനിയും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ആവട്ടെ എന്ന് രാധാറാണി അമ്മയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് രമാദേവി. ഞാൻ എറണാകുളം ജില്ലയിലെ രാധാറാണി ഗ്രൂപ്പിലെ സെക്രട്ടറിയാണ്. രാധാറാണിയുടെ ചാനൽ 1,00,000-ൽ പരം ആൾക്കാർ കണ്ടു കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷിക്കുന്നു. അതുപോലെ തന്നെ ദിലീപ് സാറിനും എല്ലാ ജില്ലയിലുമുള്ള നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. രാധേ രാധേ, രാധേ രാധേ. രാധേ രാധേ. രാധാറാണിയുടെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ രാധേ രാധേ ചാനൽ 1,00,000 സബ്സ്ക്രൈബേഴ്സ് കവിഞ്ഞു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. ദിലീപ് സാറിനും രാധേ രാധേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത നിങ്ങൾ ഓരോരുത്തർക്കും അഭിനന്ദനങ്ങൾ. ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്താൻ രാധാറാണി ദിലീപ് സാറിനെയും സാറിൻ്റെ ചാനലിനെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് അനിൽകുമാർ. രാധേ രാധേ ചാനലിൻ്റെ കൊല്ലം യൂണിറ്റ് പ്രസിഡൻ്റാണ്. രാധേ രാധേ ചാനൽ 1,00,000 സബ്സ്ക്രൈബേഴ്സ് കവിഞ്ഞതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു.
രാധാറാണിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ 1,00,000-ന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ആവാൻ സാധിച്ചത്. രാധാറാണിക്ക് നന്ദി. ഈ ചാനലിലെ ഓരോ സബ്സ്ക്രൈബേഴ്സിനും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഈ ചാനലിൻ്റെ മുഖ്യ അവതാരകനും ചാനലിൻ്റെ എല്ലാമായ ഞങ്ങളുടെ ദിലീപ് സാറിനും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസകൾ നേരുന്നു. ഈ ചാനൽ ഇനിയും പൂർവാധികം മുന്നോട്ട് പോകാൻ രാധാറാണിയോട് പ്രാർത്ഥിക്കുന്നു. രാധേ രാധേ എന്ന നമ്മുടെ പ്രിയപ്പെട്ട ചാനൽ നമ്മുടെ പൊന്നു രാധാറാണിയമ്മയുടെ അനുഗ്രഹം കൊണ്ട് 1,00,000-മേൽ സബ്സ്ക്രൈബേഴ്സ് ആയതിൽ വളരെയധികം സന്തോഷം. ദിലീപ് സാറിന് എൻ്റെ എല്ലാവിധ ആശംസകളും. അപ്പോൾ ആ അനുമോദനങ്ങളുടെ വീഡിയോ കണ്ടല്ലോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഒരു കാര്യവും കൂടെ, കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായി എന്ന വീഡിയോ ഉണ്ട്, ഉറപ്പായിട്ടും കാണണേ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ കൊടുത്തേക്കാം. അപ്പം നിശ്ചയമായിട്ടും ഞാൻ എങ്ങനെ രാധാഭക്തനായി, അതേ കണക്ക് വളരെയധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട പ്രശംസ പിടിച്ചു പറ്റിയ ഒരു വീഡിയോ ഉണ്ട്. അത് നിങ്ങളുടെ പ്ലേലിസ്റ്റ് എടുക്കുമ്പോൾ ജനറൽ എന്നതിൽ കൊടുത്തിട്ടുണ്ട്. ഏയ് അച്ഛാ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ എന്ന വീഡിയോ. അത് നിശ്ചയമായും നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ രാധയുടെ പ്രണയം 94-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അതേ, നികുംഭൻ എന്ന രാക്ഷസ ബാലനെ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഉദ്ധവൻ എന്ത് ചെയ്യുകയാണ്? പഞ്ചപാണ്ഡവരെ തേടി മനുഷ്യനെ തിന്നുന്ന രാക്ഷസന്മാരുടെ വനത്തിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് ഒരു വലിയ കിഴുക്കാം തൂക്കായ മലയിടുക്കൊണ്ട് പാറ കുത്തനെ അത് കയറണം. ഉദ്ധവൻ അത് പിടിച്ച് കയറാൻ തുടങ്ങി. ഈ നികുംബനാകട്ടെ അവനത് നല്ല ബാലൻസ് ആണ്. അവനൊരു മരക്കരങ്ങനെ പോലെ അതൊക്കെ ചാടി പോവുകയാണ്. ഉദ്ധവൻ അത് പിടിച്ചു കയറുകയാണ്. ഭയങ്കരമായ വഴുക്കുണ്ട്. ഇരുവശത്തേക്കും ഉദ്ധവൻ നോക്കി. നല്ല ഒന്നാന്തരം കൊക്കയാണ്, അഗാധമായ കൊക്കയാണ്. ഒന്ന് കൈവഴുതിപ്പോയാൽ പിന്നെ ഒരിക്കലും നമ്മുടെ ജീവൻ അസ്ഥി പോലും തിരിച്ചു കിട്ടുകയില്ല. ഉദ്ധവന് മനസ്സിലായി വല്ലാത്തൊരു സാഹസമാണ്. ഉദ്ധവൻ പറഞ്ഞു, അമ്മേ രാധാറാണി അമ്മേ, അമ്മയെ ഞാൻ വിശ്വസിക്കുന്നു. അമ്മയെ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഓം രാധായൈ സ്വാഹ, ഓം രാധായൈ സ്വാഹ, ഓം രാധായൈ സ്വാഹ. ഈ സമയത്ത് രാധാറാണി പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു. എന്ത്? എന്നെ വിളിക്കുന്നു. രാധാറാണി പുറത്തേക്ക് പായുകയാണ്. അപ്പൊ വിശാഖ വന്നിട്ട് ചോദിച്ചു, എന്താണ്? പറയാം, ഞാൻ ഒരിടത്തേക്ക് പോവുകയാണ്. രാധാറാണി അസ്ത്രം വിട്ട കണക്കാണ് പായുന്നത്. അസ്ത്രം വിട്ടതുപോലെ ഈ സമയത്ത് വിശാഖ പുറവിന് പോവുകയാണ്. രാധാറാണി ഓടി യമുനയുടെ തീരത്തുള്ള കടമ്പിൻ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ചെന്നിരുന്നു. ചുവട്ടിൽ ചെന്ന് ധ്യാന നിമഗ്നയായിട്ടിരുന്നപ്പോൾ കാണുകയാണ് ഉദ്ധവൻ. കിഴുക്കാൻ തൂക്കായ ഒരു മല. അതേ, ഏത് നിമിഷം വേണമെങ്കിലും ഉദ്ധവൻ താഴെ വീഴാം. രാധാറാണി ഒരു നിമിഷം ധ്യാനത്തിലിരുന്നു. രാധാറാണിയുടെ ചുറ്റും അസാമാന്യമായ ഒരു പ്രഭാവലയമുണ്ടായി. അപ്പോഴും രാധാറാണി കേൾക്കുകയാണ്, ഓം രാധായൈ സ്വാഹ. ഇരുട്ട വെളുക്ക കൃഷ്ണന്റെ കൂടെയാണ് ഉദ്ധവൻ നടക്കുന്നത്. പക്ഷെ അവൻ രാധാഭക്തനാണ്. എൻ്റെ ഭക്തനെ എനിക്ക് രക്ഷിച്ചേ പറ്റൂ. ആ സമയത്ത് ഗോലോകത്ത് നിന്നും 2 അരൂപികൾ വരികയായി. ഇപ്പൊ രാധാറാണി പഴയ രാധാറാണിയല്ല,
അസാമാന്യമായ പ്രഭ ചൊരിയുന്ന മുഖത്ത് അസാമാന്യമായ തേജസ്സാണ്. വിശാഖ ദൂരെ നിന്ന് കണ്ടനയ്ക്ക് വിശാഖയുടെ കണ്ണുകൾ മഞ്ഞളിച്ചു പോയി. കാഴ്ച പോലും പോയി പോകുമോ എന്ന് ഭയന്നുപോയി. അങ്ങോട്ടേക്ക് നോക്കാൻ പോലും പറ്റുന്നില്ല. എന്താണിത്? വിശാഖ നോക്കിയപ്പോൾ കാണാം രാധാറാണിയുടെ ശിരസിന് മുകളിലായിട്ട് ഇങ്ങനെ അഞ്ചല നാഗ സർപ്പം ഇങ്ങനെ വിടർന്നിങ്ങനെ നിൽക്കുകയാണ്, പത്തി വിരിച്ച്. അതിന്റെ താഴെയായിട്ടാണ് ഇരിക്കുന്നത്. 2 അരൂപികളാണ് രാധാറാണിയുടെ അടുത്ത് ഇരിക്കുന്നത്. രാധാറാണി പറഞ്ഞു, എന്റെ ഭക്തനാണ്, രക്ഷിച്ചേ പറ്റൂ. പെട്ടെന്ന് ആ 2 അരൂപികൾ അപ്രത്യക്ഷമായി. ആ അരൂപികള് പിന്നെ താങ്ങുകയാണ് ഉദ്ധവനെ. ഉദ്ധവനതറിയുന്നില്ല. ഉദ്ധവൻ ആ പാറയിൽ പിടിച്ചു കയറുന്നു. ആ പാറയ്ക്ക് നല്ല ചൂട്, ചുട്ടുപഴുത്ത് കിടക്കുന്നു. ഉദ്ധവന് കൈ പിടിക്കാൻ വയ്യ. പക്ഷേ അരൂപികൾ അവരുടെ കൈ വെച്ചു കൊടുത്തു. ഒരരൂപി ഉദ്ധവനെ താങ്ങി. ശരിക്കും പറഞ്ഞാൽ പിന്നെ ഉദ്ധവനൊരു വല്ലാത്ത അവസ്ഥയിലെത്തി. എന്താണ് നടക്കുന്നതെന്ന് അറിയുന്നില്ല. ബോധം പോലും മറഞ്ഞു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തി. ഉദ്ധവൻ വിചാരിച്ചു, ഞാൻ പതിക്കുകയാണ്, കൊക്കയിലേക്ക് പതിക്കുകയാണ്. പക്ഷേ ഈ 2 രൂപികൾ ഉദ്ധവനെ താങ്ങി അപ്പുറമെത്തിച്ചു. പെട്ടെന്നാണ് ഉദ്ധവന് സ്ഥലകാല ബോധമുണ്ടായത്. ഉദ്ധവൻ നോക്കിയപ്പോൾ സൂര്യൻ കത്തിജ്വലിച്ചു നിൽക്കുന്നു. നികുംഭൻ എന്ന രാക്ഷസബാലൻ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഉദ്ധവൻ വിചാരിച്ചു, എനിക്ക് ബോധക്ഷയം വന്നതില്ലേ, എന്നിട്ട് ഞാൻ എങ്ങനെ ഇവിടെ എത്തി? അപ്പൊ ആ ബാലൻ ചോദിച്ചു, എന്താണ്? അപ്പോൾ പറഞ്ഞു, ഞാൻ എങ്ങനെ ഇവിടെ എത്തി? അപ്പോൾ പറഞ്ഞു, നിങ്ങൾ നന്നായിട്ട് അത് കയറിയെത്തി, എന്നേക്കാൾ നന്നായിട്ടെത്തി. ഉദ്ധവന് മനസ്സിലായി എന്നെ എൻ്റെ അമ്മ സഹായിച്ചിരിക്കുന്നു, എൻ്റെ മാതാവ് സഹായിച്ചിരിക്കുന്നു. ഉദ്ധവൻ അവിടെ ഒരു കല്ല് കിടന്നു. ആ കല്ലെടുത്ത് തൻ്റെ മുന്നിലേക്ക് ഇട്ടിട്ട് പറഞ്ഞു, ഇത് രാധാറാണിയാണ്. ഓം രാധായൈ സ്വാഹ. ഉദ്ധവൻ ആ കല്ലിലേക്ക് സാഷ്ടാംഗം വീണ് നമിച്ചു. എന്നിട്ട് പറഞ്ഞു, അമ്മേ രാധാറാണി അമ്മേ, കോടി നമസ്കാരം, കോടി നമസ്കാരം അമ്മേ. അവിടെ നിന്ന് എഴുന്നേറ്റു. അപ്പൊ രാധാറാണി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് രാധാറാണിയും എഴുന്നേറ്റു. എന്നിട്ട് രാധാറാണി പറഞ്ഞു, തീർന്നില്ലല്ലോ ഉദ്ധവ, അപകടം തീർന്നില്ലല്ലോ ഉദ്ധവ എന്ന് പറഞ്ഞൊന്ന് പുഞ്ചിരിച്ചു. അപ്പൊ വിശാഖ ചോദിച്ചു, എന്താണിത്? ഞാൻ ഇച്ചിരി മുമ്പേ നോക്കുമ്പോൾ കണ്ട ആളല്ലല്ലോ ഇപ്പോൾ. എനിക്ക് നോക്കാൻ പോലും പറ്റിയില്ല. കണ്ണിന്റെ കാഴ്ച പോലും പോകുമെന്ന് തോന്നി. ഒരു അഞ്ചലനാഗ സർപ്പം. അപ്പോൾ രാധാറാണി പറഞ്ഞു, അഞ്ചലനാഗ സർപ്പോ എവിടെ? അതെ, ഇപ്പോൾ എന്താ പറഞ്ഞത്? ഉദ്ധവൻ ആപത്തിലാണ്. ഉദ്ധവൻ വിചാരിച്ചിരിക്കുന്നു രക്ഷപ്പെട്ടെന്ന്. ഇല്ല, അവൻ വീണ്ടും എന്നെ വിളിക്കേണ്ടി വരും. അവൻ വീണ്ടും ആപത്തിലേക്കാണ് പോകുന്നത്. ആ സമയത്ത് ഉദ്ധവനും നികുംഭനും കൂടെ നടക്കുകയാണ്. അങ്ങനെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞതോടുകൂടി അവര് ഒരു കൊടും വനത്തിലേക്ക് പ്രവേശിച്ചു, കൊടും കാട്ടിലേക്ക് പ്രവേശിച്ചു. ഇടയ്ക്കിടയ്ക്ക് സിംഹത്തിൻ്റെയും പുലിയുടെയും അമർച്ചകൾ കേൾക്കാം. കണ്ണുപോലും കാണാൻ പറ്റുന്നില്ല. പക്ഷേ നികുംബൻ, അവന് നല്ല ബാലൻസ് ആണ്. അവൻ എല്ലായിടവും വകഞ്ഞു മാറ്റി ഇയാളെ നയിക്കുകയാണ്. അങ്ങനെ നടന്ന് അർദ്ധരാത്രിയായി. അപ്പോൾ നികുംബൻ പറഞ്ഞു, ഇനി നമുക്ക് വിശ്രമിക്കാം. ഒരു മരത്തിന്റെ ചുവട്ടില് എന്തു ചെയ്തു? ഉദ്ധവനും നികുംബനും കൂടെ കിടന്നു. 2 പേരും കിടന്നു. അപ്പൊ ഉദ്ധവൻ ചോദിച്ചു, ഇവിടെ കാട്ടുമൃഗങ്ങൾ വരില്ലേ? അപ്പൊ അവൻ പറഞ്ഞു, ഇവിടെ കുറച്ച് സുരക്ഷിതമാണ്. ഇപ്പോൾ നികുംബൻ എന്ന രാക്ഷസബാലന്റെ ഭാഷ കുറെയൊക്കെ ആര് പഠിച്ചു തുടങ്ങി? നമ്മുടെ ഉദ്ധവൻ പഠിച്ചു തുടങ്ങി. അങ്ങനെ ഉദ്ധവൻ നല്ല ഉറക്കത്തിലേക്ക് വഴുതി വീണു.
നല്ല ഉറക്കത്തിലേക്ക് ഉദ്ധവൻ വഴുതി വീണു. ആ സമയത്ത് പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് ഈ രാക്ഷസബാലൻ നികുംഭൻ ഞെട്ടി എഴുന്നേറ്റിട്ട് അവൻ പെട്ടെന്ന് മണം പിടിച്ചു. മണം പിടിച്ചതോടുകൂടി അവന്റെ മുഖം വല്ലാണ്ട് ഭയന്നുപോയി. അവൻ ഉടൻ തന്നെ ഉദ്ധവനെ തട്ടി വിളിച്ചു. ഉദ്ധവൻ എഴുന്നേറ്റ് കണ്ണു തിരുമി. ഉദ്ധവൻ ചോദിച്ചു, എന്താണ്? അപ്പോൾ നികുംബൻ എന്ന രാക്ഷസ ബാലന്റെ മുഖം വല്ലാതെ ചുമന്നു തുടുത്തു, ഭയം കൊണ്ട് വിറച്ചു. അപ്പൊ ഉദ്ധവൻ ചോദിച്ചു, എന്താ കാര്യം? അപ്പൊ അവൻ പറഞ്ഞു, രാക്ഷസന്മാര് വരുന്നു. അപ്പൊ ഉദ്ധവൻ പറഞ്ഞു, ഇനി എന്ത് ചെയ്യും? വാ, ഈ വഴിയിലൂടെ വാ എന്ന് പറഞ്ഞപ്പോൾ അവിടെ മുഴുവനും മുള്ളും കൂർത്ത കല്ലുകളും, 1 ഇഞ്ച് നടക്കാൻ വയ്യ. ഉദ്ധവൻ പറഞ്ഞു, എനിക്ക് വയ്യ, നമുക്ക് തിരിഞ്ഞു പോകാം. അപ്പോൾ പറഞ്ഞു, ഇല്ല, തിരിച്ചു പോകാൻ പറ്റില്ല, അവര് നിങ്ങളെ പിടിക്കും. ഈ സമയത്ത് അങ്ങ് അകലത്തായിട്ട് ഉദ്ധവനും കേട്ടു, അതേ ഡ്രം അടിക്കുന്ന ശബ്ദം. മനസ്സിലായ? ആ ഡ്രം ഉണ്ടല്ലോ, അതിങ്ങനെ കൊട്ടി ഡും 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 എന്ന് പറഞ്ഞ് അടിച്ചു വരുന്ന ശബ്ദം കേട്ടു. അപ്പൊ ഉദ്ധവന് മനസ്സിലായി, രാക്ഷസന്മാര് വരികയാണ്. പെട്ടെന്ന് അവരെല്ലാവരും ഈ ഡ്രമ്മും ആ താളത്തിനൊത്ത് നൃത്തം ചവിട്ടി എന്തൊക്കെയോ രാക്ഷസീയ ഭാഷയിൽ പാടിക്കൊണ്ടാണ് വരുന്നത്. പെട്ടെന്ന് ആ ഡ്രമ്മിന്റെ ശബ്ദം നിലച്ചു. രാക്ഷസന്മാരൊന്ന് മണത്തു നോക്കിയപ്പോൾ രാക്ഷസന്മാർക്ക് മനസ്സിലായി, ഇവിടെ എവിടെയോ ഒരു മനുഷ്യൻ നിൽക്കുന്നു. അപ്പോൾ നികുംബൻ പറഞ്ഞു, ആപത്താണ്, രാക്ഷസന്മാര് നിങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ ഉദ്ധവൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്നും പറഞ്ഞ് തന്റെ അസ്ത്രമെടുത്തു. അപ്പൊ പറഞ്ഞ, അരുത്, ഇപ്പൊ അത് പറ്റില്ല, അവര് നിങ്ങളെ തിന്നുകളയും. അവരടുത്തു കഴിഞ്ഞു. ഒരു കാര്യം ചെയ്യ്, ഈ മരത്തിന്റെ മുകളിലേക്ക് അങ്ങ് കയറ്. നിങ്ങൾ വേഗം ഈ മരത്തിന്റെ മുകളിലേക്ക് കയറ്. നോക്കൂ, എന്തു വന്നാലും ഇതിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങരുത്, ഒരു കാരണവശാലും താഴെ ഇറങ്ങരുത്. എന്നിട്ട് അവൻ നേരത്തെ കണ്ട മുള്ളുകൾ നിറഞ്ഞ വഴിയിലൂടെ ഓടിപ്പോയി അവിടെയുള്ള ഒരു കുറ്റിക്കാട്ടിന്റെ ഇടയിലേക്ക് ഒളിച്ചു. ഒരു നിമിഷം ഉദ്ധവൻ വിചാരിക്കുകയാണ്, എന്തു ചെയ്യണം? ഈ നികുംബൻ എന്നെ ചതിക്കുകയാണോ? അവൻ അങ്ങനെ ചതിക്കില്ല, എന്തും വരുന്നിടത്ത് വെച്ച് വരട്ടെ. ആ ഉദ്ധവൻ വലിഞ്ഞ് ആ വൃക്ഷത്തിന്റെ ഉയരങ്ങളിലേക്ക് കയറിയിരുന്നു. അപ്പോൾ കാണാം, ഒരു 14-15 രാക്ഷസന്മാരുണ്ട്. അവര് വന്നു. നല്ല ഇരുട്ടാണ്. അവര് വന്നിട്ട് ഭയങ്കരമായി സിംഹം അലറുന്നത് പോലെ അലറി. അവരെല്ലാവരും കൂടെ കൂട്ടത്തോടെ അലറി. ആരും ഭയന്നു പോകും. ഉദ്ധവൻ ആ വൃക്ഷക്കൊമ്പിൽ മുറുകെ പിടിച്ചിരുന്നു. ഉദ്ധവനെ താഴെ ഇറക്കാൻ വേണ്ടി അവര് ബഹളം വെച്ചു, തീപ്പന്തം കത്തിച്ചു. എന്തൊക്കെ ചെയ്തിട്ടും ഉദ്ധവൻ അനങ്ങിയില്ല. അവിടെ മുറുകെ പിടിച്ചുകൊണ്ട് ഉദ്ധവൻ ഇരുന്നു. അങ്ങനെ നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ കാണുകയാണ്, ആ രാക്ഷസന്മാരുടെ പല്ലുകളൊക്കെ പുറത്തേക്ക് തള്ളി. പലരുടെയും വായ്ക്കകത്ത് ചോരയുണ്ട്. അവരെഴുന്നേറ്റിട്ട് വീണ്ടും ഉദ്ധവനെ താഴെ ഇറക്കാനുള്ള ശ്രമം ആരംഭിച്ചു. അപ്പോൾ 2-3 രാക്ഷസന്മാര് മരത്തിലേക്ക് വലിഞ്ഞു കയറാൻ തുടങ്ങി, ഉദ്ധവനെ പിടിച്ചുകൊണ്ടുവരാൻ. ഉദ്ധവൻ പെട്ടെന്ന് തൻ്റെ ആവനാഴിയിൽ നിന്ന് അമ്പെടുത്തിട്ട് ഈ വലിഞ്ഞു കയറുന്നവരുടെ നേർക്കയച്ചു. അത് രാക്ഷസന്മാരുടെ ദേഹത്ത് തറച്ചു. രക്തം അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി. അതോടെ മരത്തിൽ കയറുന്ന ഉദ്യമത്തിൽ നിന്ന് അവർ പിൻവാങ്ങി. ഉദ്ധവൻ ഉത്കണ്ഠയായിട്ട് നോക്കിയിരിക്കുകയാണ്. അല്പം കഴിഞ്ഞപ്പോൾ 2 മനുഷ്യരെ പിടിച്ചുകൊണ്ടുവരുന്നു. ഇവർക്ക് എവിടെയോ വെച്ച് കിട്ടിയതാണ് 2 മനുഷ്യരെ. ആ 2 മനുഷ്യരെ പിടിച്ചുകൊണ്ടുവന്നു. അവരുടെ കൈയും കാലും കെട്ടിയിട്ടുണ്ട്.
വായും മൂടിക്കെട്ടിയിരിക്കുകയാണ്. എന്നിട്ട് രാക്ഷസന്മാര് അവരെ ജീവനോടെ തന്നെ അതിനകത്തേക്ക് ആ തീക്കുണ്ടത്തിലേക്ക് ആദ്യം കാട്ടി ഇങ്ങനെ ആട്ടാൻ തുടങ്ങി. ആ തീക്കുണ്ടത്തിന്റെ പുറത്തുകൂടി ആ തീപ്പൊള്ളലേറ്റപ്പോൾ അവരലറി വിളിക്കുന്നു, പക്ഷേ ശബ്ദം പുറത്തു വരുന്നില്ല. ഉദ്ധവൻ ശ്വാസമടക്കി പിടിച്ചിരിക്കുകയാണ്. അതെ, അവര് ചുട്ടെടുക്കുകയാണ്. പച്ച ജീവനോടെ മനുഷ്യനെ ചുട്ടെടുക്കുകയാണ്. ആദ്യം ഒരുത്തനെയാണ് ചുട്ടെടുക്കുന്നത്. മറ്റവൻ അത് കണ്ട് ഭയന്നിരിക്കുകയാണ്. ഉദ്ധവനാകട്ടെ ഇതിന്റെ മേളിൽ ഭയന്നിരിക്കുന്നു. എന്നിട്ട് അടുത്തവനെയും കൊണ്ടുവന്നു. രണ്ടുപേരും തീ കനലും കൂടെ ഇട്ടു. അതിനകത്തേക്കിട്ട് ഇവരെ രണ്ടുപേരെയും ചുട്ടെടുത്തു. ചുട്ടെടുത്തതിന് ശേഷം അവരെ മാംസം ഇങ്ങനെ കണ്ടിച്ചെടുക്കുന്നത് കണ്ടു. അങ്ങനെ കണ്ടിച്ചെടുക്കുന്നത് നോക്കിയിരിക്കുകയാണ്. ആ സമയത്ത് അവരുടെ പുരോഹിതനാണെന്ന് തോന്നുന്നു മറ്റൊരാളും കൂടെ അവിടേക്ക് കടന്നു വന്നു. എന്നിട്ട് ഈ മാംസം അവരെല്ലാവരും കൂടെ ചേർന്ന് ഭക്ഷിക്കാൻ തുടങ്ങി. അതോടൊപ്പം എന്തോ ഒരു പാനീയവും കൂടെ കഴിക്കാൻ തുടങ്ങി. ഉദ്ധവനാകട്ടെ എന്തു ചെയ്യണമെന്നറിയില്ല. ഉദ്ധവൻ തൻ്റെ തലയിൽ ഒരു തുണി കെട്ടിയിരുന്നത് എടുത്തിട്ട് തൻ്റെ അരയിലൂടെ വന്ന് ഇതിനകത്തങ്ങ് ബന്ധിച്ചു. ദിവസങ്ങൾ 3 കഴിഞ്ഞു. ഉദ്ധവന്റെ ശക്തി ക്ഷയിക്കാൻ തുടങ്ങി. ഇനി പിടിച്ചിരിക്കാൻ വയ്യ. ഏതു നിമിഷവും താൻ താഴെ വീഴാം. രാക്ഷസന്മാരാകട്ടെ അതിൻ്റെ താഴെ തന്നെ നിന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം അവർ ഓരോരുത്തരെ പിടിച്ച മനുഷ്യരെ കൊണ്ടുവന്ന് തീക്കകത്തിട്ട് ചുട്ടു തിന്നുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉദ്ധവൻ അപ്പോഴാണ് ഓർമ്മ വന്നത്. അതേ, തന്നെ രക്ഷിക്കും. രാധാറാണിക്ക് മാത്രമേ തന്നെ രക്ഷിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഉദ്ധവൻ ആദ്യം കൃഷ്ണനെ വിളിച്ചു. ഹേ കൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ കൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ കൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ. എന്നിട്ട് വീണ്ടും ഉദ്ധവൻ പറഞ്ഞു, ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ. ആ വിളി കേട്ടപ്പോൾ രാധാറാണി ഒന്ന് പുഞ്ചിരിച്ചു. അതെ, രാധാറാണിക്ക് മനസ്സിലായി. രാധാറാണി വീണ്ടും അവിടുന്ന് വന്നു. ആ കടമ്പിൻ വൃക്ഷത്തിന്റെ അടുക്കലേക്ക് വന്നിട്ട് രാധാറാണി കാണുകയാണ്, എന്താണ് സംഭവിക്കുന്നതെന്ന് കാണുകയാണ്. ആ സമയത്ത് വീണ്ടും ആ അരൂപികളിൽ ഒരാൾ വന്നു. അപ്പോൾ രാധാറാണി വീണ്ടും കണ്ണുകൊണ്ട് ഇങ്ങനെ കാണുകയാണ്. കുറ്റിക്കാട്ടിൽ നികുംബനിരിക്കുന്നത് അരൂപിയോട് രാധാറാണി കണ്ണു കാണിച്ചു. ആ സമയത്ത് ആ നികുംബന്റെ ദേഹത്തേക്കൊരു പ്രകാശം കയറുകയാണ്. നികുംബൻ അവിടുന്ന് എഴുന്നേൽക്കുകയാണ്, പെട്ടെന്നെഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റിട്ടവൻ അസ്ത്രം വിട്ടതുപോലെ പോവുകയാണ്. പക്ഷേ ഉദ്ധവന്റെ എല്ലാ ശക്തിയും ക്ഷയിച്ചു കഴിഞ്ഞു. താഴെയാകട്ടെ ഭയങ്കരമായ ബഹളമാണ്. 3 ദിവസം കഴിഞ്ഞു. ഇതാ 4ാമത്തെ ദിവസം. ശരീരത്തിന് ബലമില്ല, ആഹാരമില്ല, വെള്ളമില്ല, ഒന്നുമില്ല. ഏതു നിമിഷവും നിലംപതിക്കും. ഉദ്ധവൻ ഇങ്ങനെ ബോധം മറയുന്നത് പോലെ തോന്നി. പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ടു. അപ്പൊ രാക്ഷസന്മാരിങ്ങനെ മണം പിടിച്ചു. അപ്പൊ അവരെന്തോ പറഞ്ഞു. അവർ പെട്ടെന്ന് അകലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ കാണാം മറ്റൊരു ഭീമാകാരനായ രാക്ഷസൻ വരുന്നു. അവന്റെ കൂടെ നികുംബനുമുണ്ട്. ആ രാക്ഷസൻ വന്നു. അപ്പോൾ വിചാരിച്ചു ഇയാളായിരിക്കാം ഒരുപക്ഷെ ഇവരുടെ തലവൻ, രാക്ഷസന്മാരുടെ തലവനായിരിക്കാം. അത്രയ്ക്ക് ആരോഗ്യമുണ്ട്. അപ്പോൾ ആ രാക്ഷസൻ ഇങ്ങനെ മണം പിടിച്ചു. അപ്പോൾ നികുംബൻ വൃക്ഷത്തിന്റെ മുകളിലിരിക്കുന്ന ഉദ്ധവനെ ചൂണ്ടിക്കാണിച്ചു. അപ്പൊ ഉദ്ധവൻ വിചാരിച്ചു, നീചൻ, ചതിയൻ, ഇവൻ എന്നെ ചതിക്കുകയായിരുന്നു ഇല്ലേ എന്ന് പറഞ്ഞു. ആ സമയത്ത് ആ നിന്ന രാക്ഷസൻ
ആ നിന്ന രാക്ഷസൻ കൈകൊണ്ടാംഗ്യം കാണിച്ചു ഇറങ്ങി വരാനായിട്ട്. നികുംബനും കാണിച്ചു ഇറങ്ങി വാ എന്ന് കാണിച്ചു. അപ്പോൾ ഉദ്ധവന്റെ കെട്ടുകൾ താനേ അഴിഞ്ഞു. ഉദ്ധവൻ അറിയാതെ പിടിവിട്ട് നിലത്തേക്ക് വന്നു. ആ ഭീമാകാരനായ രാക്ഷസൻ ഉദ്ധവനെ തന്നെ 2 കൈകൾ കൊണ്ട് താങ്ങിയെടുത്തിട്ട് പറഞ്ഞു, ഉദ്ധവ, നീ എന്തിനു ഭയക്കുന്നു? നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ നിന്റെ ഭീമൻ ജ്യേഷ്ഠൻ. അപ്പോഴാണ് ഉദ്ധവന് മനസ്സിലായത്, ഇത് ഭീമൻ ജ്യേഷ്ഠനോ? കണ്ടിട്ട് പിടികിട്ടുന്നില്ല. ഭീമൻ ജ്യേഷ്ഠൻ. അപ്പൊ നികുംബനെ നോക്കി. നികുംബൻ ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, എൻ്റെ ഭീമൻ ജ്യേഷ്ഠ ജ്യേഷ്ഠനാണോ വന്നത്? അതേ, ദാ ഈ നികുംബൻ, ഇവനാണ് വന്ന് എന്നെ അറിയിച്ചത്. അപ്പോൾ പറഞ്ഞു, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. ഉദ്ധവന്റെ ഓരോ രോമങ്ങളും എഴുന്നു നിന്നു. അപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, രാധാറാണിയാണ് എന്നെ രക്ഷിച്ചത്. അപ്പോൾ ഭീമസേനൻ പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, എന്താ ഉദ്ധവ, നിന്നെ രക്ഷിച്ചത് ഞാനാണ്. രാക്ഷസന്മാരെ ആട്ടിപ്പായിച്ച് നിന്നെ രക്ഷിച്ചത് ഞാനാണ്. ആഹാ, എന്നിട്ട് നീ അതിൻ്റെ ക്രെഡിറ്റ് രാധയ്ക്കാണോ കൊടുക്കുന്നത്? അപ്പോൾ ചോദിച്ചു, ഭീമൻ ജ്യേഷ്ഠ, ഇവിടുന്ന് ഭീമൻ ജ്യേഷ്ഠൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്ര യോജനയുണ്ട്? അപ്പോൾ പറഞ്ഞു, 42 യോജന അകലെയാണ്. അതെ, അങ്ങനെയാണെങ്കിൽ ഇവൻ അവിടെ എത്താൻ എത്ര ദിവസം എടുക്കും? അപ്പോൾ ഭീമൻ ജ്യേഷ്ഠന്റെ മുഖം അല്പം ഗൗരവത്തിലായി. ഇവൻ അവിടെ എത്തണമെങ്കിൽ എങ്ങനെ പോയാലും 1.5 ദിവസം എടുക്കും. അതേ ഭീമൻ ജ്യേഷ്ഠ. അപ്പൊ ഭീമൻ ജ്യേഷ്ഠൻ ഇവിടെ എത്തണമെങ്കിൽ എത്ര ദിവസം എടുക്കും ഭീമൻ ജ്യേഷ്ഠ? മൊത്തത്തിൽ 3 ദിവസം. പക്ഷേ ഇവിടെ മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങളെ 2 പേരെയും ആരാണ് എത്തിച്ചത്? ഭീമസേനൻ ഒന്ന് പെടഞ്ഞു. ഈ നികുംബൻ എങ്ങനെയാണ് നിമിഷങ്ങൾക്ക് മുമ്പ് ഭീമൻ ജ്യേഷ്ഠന്റെ അടുക്കലെത്തിയത്? ഭീമൻ ജ്യേഷ്ഠന്റെ ഉത്തരം മുട്ടി. ഭീമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, രാധ, കൃഷ്ണന്റെ രാധ. ഈ രാധയ്ക്ക് മാജിക് ഉണ്ടോ? ഭീമസേന അങ്ങനാണ്. ഈ രാധയ്ക്ക് മാജിക് ഉണ്ടോ? മാന്ത്രികയാണോ ഈ രാധ എന്ന് പറഞ്ഞിട്ട് ഭീമസേനൻ വീണ്ടും പൊട്ടിച്ചിരിച്ചു. അപ്പോഴേക്കും ഉദ്ധവന്റെ ബോധം മറഞ്ഞു വന്നു. ഉദ്ധവൻ വീണ്ടും അബോധാവസ്ഥയിലേക്ക് വഴുതി വീണു. ഉദ്ധവൻ നല്ല ഉറക്കമാണ്, സത്യത്തിൽ നല്ല ഉറക്കം. കുറേ കഴിഞ്ഞതിന് ശേഷം ഉദ്ധവൻ എഴുന്നേറ്റപ്പോൾ ഉദ്ധവൻ കാണുന്ന കാഴ്ച ഇതാണ്. തന്നെ ആക്രമിക്കാൻ വന്ന രാക്ഷസന്മാരെയൊക്കെ തലകീഴായി കെട്ടിയിട്ടിരിക്കുന്നു. അവർ ഛർദ്ദിക്കുന്നു. ഭീമൻ ജ്യേഷ്ഠൻ അവരുടെ അടുത്ത് നിൽക്കുന്നു. അപ്പോൾ ചോദിച്ചു, ഇത് എന്താണ് ഭീമൻ ജ്യേഷ്ഠ? അപ്പോൾ ഭീമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, ഞാൻ ഇവരുടെ ചക്രവർത്തിയാണ്. ഇവരോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഒരു കാരണവശാലും എന്തു വന്നാലും മനുഷ്യമാംസം ഭക്ഷിക്കരുതെന്ന്. അതിന് വിരുദ്ധമായിട്ട് ആര് ചെയ്താലും അവരെ തല കീഴായി കെട്ടിത്തൂക്കി ഈ മാംസം മുഴുവനും ഞാൻ ഛർദ്ദിപ്പിക്കും. അത് പുരോഹിതൻ ചെയ്താൽ അവൻ്റെ തല തല്ലി ഞാൻ പൊട്ടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, അല്ല ഭീമൻ ജ്യേഷ്ഠൻ എന്താണ് പറയുന്നത്? ഭീമൻ ജ്യേഷ്ഠൻ ഇവരുടെ രാജാവാണോ? അപ്പോൾ പറഞ്ഞു, അതേ ഉദ്ധവ, ഞാൻ ഇവരുടെ രാജാവാണ്. അപ്പോൾ പറഞ്ഞു, അതെങ്ങനെ രാജാവായി? അതൊരു ദിവസം ഇവിടെ ഞങ്ങൾ വന്നുപെട്ടപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ ഇവരുടെ നേതാവ് വന്നു, രാക്ഷസന്റെ നേതാവ് വന്നു, ഹിഡിംബൻ. അവൻ ആക്രമിക്കാനായിട്ട് വന്നു. അപ്പോൾ ഞാൻ എൻ്റെ മാതാവിനെയും യുധിഷ്ഠിരൻ ജ്യേഷ്ഠനെയും നകുല സഹദേവന്മാരെയും പിന്നിലേക്കാക്കി. ഈ ഹിഡിംബൻ എന്നെ നോക്കി ഭയങ്കരമായിട്ട് അലറി. അതിൻ്റെ ഇരട്ടി ശബ്ദത്തിൽ ഞാനും അലറി. അവൻ്റെ ചുവടുവയ്പ്പുകൾ ഞാൻ ശ്രദ്ധിച്ചു. അവൻ പെട്ടെന്ന് ഒരു മിന്നലാക്രമണത്തിന് മുതിരുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അവൻ എൻ്റെ നേരെ ആക്രമണത്തിന് വന്നു. ഞാൻ ഒഴിഞ്ഞു മാറി. ഉദ്ധവാ, ഞങ്ങൾ തമ്മിലുള്ള യുദ്ധം
മണിക്കൂറുകൾ മാത്രമല്ല, ഞങ്ങൾ ഉച്ചയ്ക്ക് തുടങ്ങിയ യുദ്ധമാണ്. ആ യുദ്ധം സന്ധ്യയായിട്ടും അവസാനിച്ചില്ല. എനിക്ക് മനസ്സിലായി ഹിഡിംബൻ ഞാൻ വിചാരിച്ചതുപോലെയല്ല. ഹിഡിംബനും മനസ്സിലായി അവൻ വിചാരിച്ചതുപോലെയല്ല തൻ്റെ എതിരാളി. ഒടുവിൽ സന്ധ്യാസമയമായപ്പോൾ ഞാൻ ഹിഡിംബനെ തൂക്കിയെടുത്തെറിഞ്ഞു. അവൻ വീണ്ടും അലറിക്കൊണ്ടുവന്നു. അപ്പോൾ അവിടെ ഒരു വലിയ പാറ കിടന്നു. സാധാരണ ഒരാൾക്കത് പൊക്കിയെടുക്കാൻ സാധ്യമല്ല. ഞാൻ ആ പാറ പൊക്കിയെടുത്ത് വലിച്ചെറിഞ്ഞു. അത് വന്ന് ഹിഡിംബന്റെ തലയിൽ ഇടിക്കുകയും അവൻ അവിടെ മരിച്ചു വീഴുകയും ചെയ്തു. ആ മരിച്ചു വീണ് കഴിഞ്ഞപ്പോൾ മറ്റു രാക്ഷസന്മാർ ഓടി വന്നു. അവരപ്പോൾ തന്നെ എന്നെ നമിക്കാൻ തുടങ്ങി. കാരണം അവരുടെ വിശ്വാസമനുസരിച്ച് രാക്ഷസന്മാരുടെ രാജാവ് ആരാണെങ്കിലും അവരുടെ ദേഹത്തൊരാത്മാവും അവരുടെ ഗോത്രത്തലവനായ പരമ്പരാഗതമായ വിരോചനന്റെ അംശവുമുണ്ട്. ആരാണോ രാക്ഷസ തലവനെ വധിക്കുന്നത് അവരുടെ ദേഹത്തേക്ക് ഈ ശക്തി കയറും. ഒരു രാക്ഷസ തലവനെ ആര് വധിക്കുന്നുവോ പിന്നെ അവനായിരിക്കും അവരുടെ രാജാവ്. എന്നിട്ട് ഈ മരിച്ചു വീണ രാക്ഷസൻ ഹിഡിംബനെ അവന്റെ മാംസം അവര് വെട്ടിത്തിന്നും. ഞാൻ പറഞ്ഞത് പറ്റില്ല, ഹിഡിംബന്റെ ശവമെടുക്കാൻ പറഞ്ഞു. അവര് ഹിഡിംബന്റെ ശവമെടുത്തു. ഞങ്ങൾ ഹിഡിംബന്റെ വസതിയിലെത്തി. അതിനെ മുറിച്ചു തിന്നാൻ അവർ കാത്തു നിന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആരെങ്കിലും അതിന് മുതിരുകയാണെന്നുണ്ടെങ്കിൽ അവനെ ഞാൻ വധിച്ചിരിക്കും. എന്നിട്ട് ഹിഡിംബനെ ഞാൻ യഥാവിധി സംസ്കരിച്ചു. ആ സമയത്ത് ഹിഡിംബന്റെ സഹോദരിയുണ്ട്, ഹിഡിംബി. എന്നിട്ട് ഭീമസേനൻ ഒന്ന് നിർത്തി. എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ ഹിഡിംബി ഓടി വന്ന് എൻ്റെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, ഈ നിമിഷം മുതൽ ഞാൻ അങ്ങയുടേതാണ്, അവക്കെന്നോട് കടുത്ത ആരാധനയാണ്. അപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, എന്നിട്ട്? അപ്പൊ ഭീമസേനൻ പറഞ്ഞു, എന്നിട്ടെന്താണ്? ഞാൻ അവളെ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചു? അതെ. അപ്പോ അമ്മയും മറ്റ് സഹോദരങ്ങളും സമ്മതിച്ചോ? അപ്പോൾ പറഞ്ഞു, ഇല്ല, അമ്മ അവളുടെ മുഖത്തോട്ട് പോലും നോക്കത്തില്ല. അമ്മയ്ക്ക് അവളെ ഇഷ്ടമല്ല, അർജുനന് ഇഷ്ടമല്ല, യുധിഷ്ഠിരനും ഇഷ്ടമല്ല, നകുലനും ഇഷ്ടമല്ല. ആകെ സഹദേവന് മാത്രമാണ് ഇഷ്ടമെന്ന് പറയുന്നത്. സഹദേവൻ പറഞ്ഞു, നോക്കൂ, ജ്യേഷ്ഠൻ രാക്ഷസ രാജാവാണ്. അതുകൊണ്ട് തന്നെ ഈ രാക്ഷസന്മാർ നമ്മളെ ഭക്ഷിക്കുമെന്ന ഭയം ഒരു പരിധി വരെ നമുക്ക് കുറഞ്ഞിരിക്കും. അതുകൊണ്ട് ഇത് നല്ലതാണെന്നും പറഞ്ഞു. അങ്ങനെ ഹിഡിംബിയെ ഞാൻ എൻ്റെ ഭാര്യയാക്കി. അങ്ങനെയാണോ ജ്യേഷ്ഠൻ ഇവിടുത്തെ രാജാവായത്? അപ്പോൾ പറഞ്ഞു, അല്ല, അതുമാത്രം പോരാ. അന്ന് വൈകുന്നേരം അവർ എനിക്കായിട്ടൊരു വലിയ സൽക്കാരം ഒരുക്കി. ആ സൽക്കാരം എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, അതെന്നെ പരീക്ഷിക്കാനാണ്. ആ സൽക്കാരത്തിൽ ഇവർ മാംസങ്ങൾ കൊണ്ടുവച്ചു. അപ്പൊ ഇവരുടെ പുരോഹിതൻ ഒരു മാംസം തിന്നിട്ട് ഒരു കഷണം എനിക്ക് തരും, അത് ഞാൻ തിന്നണം. എന്നിട്ട് ഞാൻ ഒരെണ്ണം കഴിച്ച് അയാൾക്ക് കൊടുക്കണം. ഇതൊരു തരം തീറ്റി മത്സരമാണ്. അങ്ങനെ ഭക്ഷിച്ച് ഒടുവിൽ ആ പുരോഹിതന് വയ്യാതായി. എങ്കിലും ഞാൻ അയാളുടെ വായിലേക്ക് മാംസം കുത്തിക്കയറ്റി. ഒടുവിൽ അയാൾ കഴിക്കുന്നത് ഛർദ്ദിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം അയാൾ മരിച്ചു വീണു. അതോടുകൂടി രാക്ഷസന്മാര് എൻ്റെ മുന്നിൽ പ്രണമിച്ചു. അവരങ്ങനെയാണ്. ഇങ്ങനെ ഒരു തീറ്റി മത്സരവും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഭീമസേനൻ ചിരിച്ചിട്ട് പറഞ്ഞു, നോക്കൂ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. എൻ്റെ കൊട്ടാരത്തിലേക്ക് പോകണ്ടേ? കടന്നു വരൂ, എൻ്റെ കൊട്ടാരത്തിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ ഉദ്യോഗം കൊണ്ടുപോയി. അപ്പൊ പറഞ്ഞു, ഇതാണ് എൻ്റെ കൊട്ടാരം എന്ന് പറഞ്ഞ് ഭീമസേനൻ പൊട്ടിച്ചിരിച്ചു. അപ്പൊ പറഞ്ഞു, ഇത് കൊട്ടാരമോ? അതേ, അതായത് മരത്തിന്റെ മേളിൽ ഒരു ഏറുമാടം പോലെ കെട്ടി ഉണ്ടാക്കിയിരിക്കുന്നു. ഇതിലേക്ക് കുന്തി മാതാവ് എങ്ങനെ കയറും? ഞാൻ പൊക്കിയെടുത്ത് കയറ്റും. എന്നിട്ട് അവിടെ നിന്ന് ഭീമസേനൻ ഒരു ശബ്ദമുണ്ടാക്കി. അപ്പോൾ ആ 5 ഏറുമാടങ്ങളുണ്ട്. അവരെല്ലാം പുറത്തേക്ക് വന്നു.
അപ്പൊ ഭീമസേനൻ പറഞ്ഞു, ഇതാ നമ്മുടെ ഉദ്ധവൻ എത്തിയിരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും സന്തോഷമായി, എല്ലാവരും താഴേക്ക് വന്നു. അപ്പൊ കുന്തി ദേവി വന്നിട്ട് പറഞ്ഞു, ഉദ്ധവ നീ എങ്ങനെ എത്തി? അപ്പൊ ഉദ്ധവൻ പറഞ്ഞു, എന്നെ കൃഷ്ണൻ പറഞ്ഞയച്ചതാണ്, നിങ്ങളെ വന്ന് കാണണം, നിങ്ങളെ ദ്വാരകയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് കൃഷ്ണൻ പറഞ്ഞയച്ചതാണ്. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, നമുക്കിപ്പം അവിടെ ദ്വാരകയിൽ പോകാൻ പറ്റില്ല. അപ്പോൾ അർജുനൻ ചോദിച്ചു, എന്തുകൊണ്ട് പറ്റില്ല? അപ്പൊ യുധിഷ്ഠിരൻ പറഞ്ഞു, വിതുരനമ്മാവൻ നമുക്കായി തന്നതാണ് ഈ വനവാസം, അത് പകുതിക്ക് വെച്ച് നിർത്തി നമ്മൾ പൊക്കൂടാ. അർജുനൻ പറഞ്ഞു, വിഡ്ഢിത്തം പറയാതിരിക്കൂ, എനിക്കിവിടുത്തെ ജീവിതം മടുത്തു, ഏത് നിമിഷം വേണമെങ്കിലും നമ്മളെ ആൾക്കാർ ഭക്ഷിക്കാമെന്ന നിലയിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് ഞാൻ ദ്വാരകയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ നകുലൻ പറഞ്ഞു, എനിക്കും ഇവിടെ മടുത്തു, ഞാനൊരു കാര്യം ചെയ്യാം, ഇവിടെ മാൻകുട്ടികളെ നോക്കുന്ന നിർത്തിയിട്ട് എനിക്ക് ദ്വാരകയിലേക്ക് പോയി ഞാൻ അവിടുത്തെ കുതിരകളെ പരിപാലിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ യുധിഷ്ഠിരനും അർജുനനും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമായി. അർജുനൻ പറഞ്ഞു, എന്തു പറഞ്ഞാലും ശരി, ഇനി ഈ കാട്ടിൽ ഇങ്ങനെ താമസിക്കാൻ വയ്യ. കൃഷ്ണൻ എന്തെങ്കിലും ഉദ്ദേശമില്ലാതെ നമ്മളോട് പറയില്ല അവിടെ ചെല്ലാൻ. അപ്പോൾ പറഞ്ഞു, കുന്തി ദേവി പറഞ്ഞു, നോക്കൂ ഉദ്ധവ, നീ കൃഷ്ണനെ കൂട്ടിക്കൊണ്ടുവരൂ, അവനൊരു തീരുമാനമെടുക്കട്ടെ. നീ ഇവിടെ നിന്ന് പോയാൽ എങ്ങനെ പോയാലും 2 ആഴ്ചക്കുള്ളിൽ നീ തിരിച്ചെത്തും. കൃഷ്ണന്റെ അഭിപ്രായം അനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, ഞാൻ പോകാം. അപ്പോൾ ഭീമസേനൻ പറഞ്ഞു, നിക്ക്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇവിടുത്തെ രാജാവ് ഞാനാണ്. ഞാൻ ഇവിടെ വെച്ചതാ നിങ്ങളോട് പ്രഖ്യാപിക്കുകയാണ്, ഇനി എന്ത് സംഭവിച്ചാലും ശരി 1 വർഷത്തേക്ക് ഇവിടുന്ന് ആരും എങ്ങോട്ടേക്കും പോകുന്നില്ല. അപ്പൊ അർജുനന് വല്ലാത്ത നീരസം വന്നു. അർജുനൻ പറഞ്ഞു, ഭീമൻ ജ്യേഷ്ഠ, ഭ്രാന്ത് പറയാതെ 1 വർഷത്തേക്കോ? അപ്പോൾ പറഞ്ഞു, അതെ, 1 വർഷത്തേക്ക്. അർജുന, ഞാൻ അച്ഛനാകാൻ പോവുകയാണ്, ഹിഡിംബി ഗർഭിണിയാണ്. ഇത് കേട്ടപ്പോൾ അർജുനന് വല്ലാത്ത ദേഷ്യം വന്നു, മറ്റുള്ളവർക്കും ദേഷ്യം വന്നു. പക്ഷേ കുന്തി ദേവിയുടെ മുഖഭാവം മാറി. കുന്തി ദേവി പറഞ്ഞു, അങ്ങനെയോ? ആദ്യമായിട്ടാണ് അവർക്ക് ഹിഡിംബിയെ കാണാൻ ആഗ്രഹം തോന്നിയത്. അപ്പോൾ പറഞ്ഞു, അതെ, ഹിഡിംബി ഗർഭിണിയാണ്, അവൾ താമസിയാതെ ഒരു കുഞ്ഞിന് ജന്മം നൽകും. ആ കുഞ്ഞിന് 6 മാസമെങ്കിലും പ്രായമാകാതെ ഞാൻ പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് വരുന്ന 1 വർഷത്തേക്ക് നമ്മൾ ഈ വനം വിടുന്നില്ല. ഇത് എൻ്റെ ആജ്ഞയാണ്. ആ ആജ്ഞ കുന്തി ദേവി അംഗീകരിച്ചു. അതുകൊണ്ടൊരു കാരണവശാലും ഇനി ഹിഡിംബി ഒരു കുഞ്ഞിന് ജന്മം നൽകി ആ കുഞ്ഞിന് 6 മാസമാകുന്നത് വരെ ഇവിടുന്ന് എങ്ങോട്ടും പോകില്ല. ഓർമ്മ വയ്ക്കുക, ആ കുഞ്ഞിന് ഈ കഥയിൽ ഒരു വലിയ പ്രാധാന്യമുണ്ട്. ഈ കുഞ്ഞിനെ കൊലയ്ക്ക് കൊടുത്തിട്ടാണ് കൃഷ്ണൻ ആരുടെ ജീവൻ രക്ഷിച്ചത്? അർജുനന്റെ ജീവൻ രക്ഷിച്ചത്. അസാധാരണമായ പ്രാധാന്യമുണ്ട് ഭീമസേനന് ഹിഡിംബിയിൽ ജനിക്കുന്ന മകന്. ഈ സമയത്ത് വൃന്ദാവനത്തിൽ മറ്റൊരു കാര്യം നടക്കുകയാണ്. കടമ്പ് വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിന്ന് രാധാറാണി വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ രാധാറാണിയുടെ മാതാവ് കീർത്തി മാതാവ് രാധാറാണിയെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു, മോളെ, അമ്മയ്ക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അപ്പോൾ രാധാറാണി ചോദിച്ചു, എന്താ അമ്മേ? നീ അമ്മയുടെ അടുക്കലിരിക്ക്, അമ്മയുടെ തോളിലേക്ക് ശിരസ് വയ്ക്കും മകളെ. അമ്മ അപ്പോൾ ചോദിച്ചു, എന്താ എൻ്റെ അമ്മയ്ക്ക് പറ്റിയത്? അപ്പോൾ പറഞ്ഞു, ഒന്നുമില്ല. ശിരസ് തലോടിക്കൊണ്ട് പറഞ്ഞു, മോളെ, അമ്മയ്ക്ക് വയസ്സായി വരുന്നു, ഇനി എത്ര നാൾ? അമ്മയ്ക്കൊരു വലിയ ആഗ്രഹം ബാക്കി കിടക്കുന്നു. രാധാജി ചോദിച്ചു, എന്താ എൻ്റെ അമ്മയുടെ ആഗ്രഹം? എനിക്കൊരു തീർത്ഥാടനത്തിന് പോകണം മോളെ. ഇതിനു മുമ്പ് ഞാനത് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നീ ഒരു വിവാഹം കഴിക്കാൻ തയ്യാറായില്ല. അപ്പോൾ നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നു, മോളെ, ഇനി ഞാൻ അധിക നാളില്ല.
അമ്മ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? ഇല്ല മോളെ, എനിക്കൊന്ന് പോകണം. പക്ഷെ നിന്നെ ഞാൻ ആരുടെ കൈകളിലാണ് മോളെ ഏൽപ്പിക്കേണ്ടത്? നിന്നെ ഏൽക്കാൻ കൃഷ്ണൻ തയ്യാറാകുമെന്ന് ഞാൻ കരുതി. പക്ഷേ അവിടെ എനിക്ക് തെറ്റിപ്പോയി മോളെ. കൃഷ്ണൻ രാജാവായി, കൃഷ്ണൻ നിരവധി കല്യാണങ്ങളിലേക്ക് പോവുകയാണ്. ഇനി അവൻ നിന്നെ വിവാഹം കഴിക്കില്ല മോളെ. ഞാൻ നിന്നെ ആരുടെ കൈകളിലാണ് മോളെ ഏൽപ്പിക്കേണ്ടത്? രാധാറാണി കീർത്തി മാതാവിനെ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, അമ്മേ, തൽക്കാലം എന്നെ ഈ വൃന്ദാവനത്തിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കൂ. ഈ വൃന്ദാവനം എന്നെ സംരക്ഷിച്ചുകൊള്ളും. അമ്മ പോയിട്ട് വരൂ, അമ്മ ധൈര്യമായി പോയിട്ട് വരൂ. മോൾ ഒറ്റയ്ക്കാകില്ലേ? ആര് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണെന്ന്? വിശാഖയില്ലേ, ലളിതയില്ലേ, എൻ്റെ തോഴിമാരില്ലേ, യശോദാമ്മയില്ലേ, സുശീലയുടെ പിതാവ് ചന്ദ്രഭാനുവില്ലേ, നന്ദഗോപരില്ലേ, ഇവിടുത്തെ ഓരോ ഇടയന്മാരുമില്ലേ അമ്മേ? രാധാറാണിയുടെ അമ്മ രാധാറാണിയെ ഒന്നുകൂടെ ചേർത്ത് വെച്ചു. അടുത്ത ദിവസം യശോദാമ്മയുടെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, യശോദാമ്മേ, ഞാനൊരു തീർത്ഥാടനത്തിന് പോകാൻ തീരുമാനിച്ചു. യശോദാമ്മ പറഞ്ഞു, നല്ല കാര്യം, എനിക്ക് വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇവിടുത്തെ സാഹചര്യം അതിന് അനുവദിക്കുന്നില്ല. അപ്പോൾ നന്ദഗോപര് പറഞ്ഞു, എന്നെ ഓർത്തിട്ടാണെങ്കിൽ നീ പോകാതിരിക്കണ്ട, നീ പൊയ്ക്കൊള്ളൂ. യശോദാമ്മ പറഞ്ഞു, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചാണെങ്കിൽ പോകാം. അപ്പം നന്ദഗോപര് പറഞ്ഞു, എനിക്കിപ്പോൾ പറ്റില്ല. അപ്പോൾ കീർത്തി മാതാവ് പറഞ്ഞു, എൻ്റെ രാധയെ നിങ്ങൾ നോക്കിക്കൊള്ളണം. അപ്പം നന്ദഗോപര് പറഞ്ഞു, അവൾ ഞങ്ങളുടെ മകളാണ്, ധൈര്യമായി പോയിട്ട് വരൂ, ഞങ്ങൾ നോക്കിക്കൊള്ളാം. അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങിയ കീർത്തി മാതാവ് നേരെ പോയത് സുശീലയുടെ പിതാവ് ചന്ദ്രഭാനുവിൻ്റെ അടുക്കലേക്കാണ്. ചന്ദ്രഭാനുവിനോട് പറഞ്ഞു, ചന്ദ്രഭാനു, ഞാനൊരു തീർത്ഥയാത്രയ്ക്ക് പോവുകയാണ്, എൻ്റെ കുഞ്ഞു മാത്രമേ ഉള്ളൂ, അവൾ ഒറ്റയ്ക്കാണ്. ചന്ദ്രഭാനു പറഞ്ഞു, ആരാ പറഞ്ഞത് അവൾ ഒറ്റയ്ക്കാണെന്ന്? അവൾ എനിക്ക് എൻ്റെ സുശീലയ്ക്ക് പകരം ദൈവം തന്നതാണ്. എൻ്റെ സുശീലയ്ക്ക് പകരം ധൈര്യമായി പോയിട്ട് വരൂ, ഞങ്ങൾ രണ്ടുപേരും രാത്രി അവിടെ പോയി ഞങ്ങൾ കിടക്കും. അപ്പോൾ പറഞ്ഞു, വേണ്ട, അത് വിശാഖ വരും, ലളിതയും വരും, എങ്കിലും ചന്ദ്രഭാനു നോക്കിക്കൊള്ളണേ, എൻ്റെ മകളെ നോക്കിക്കൊള്ളണേ. ചന്ദ്രഭാനു പറഞ്ഞു, തീർച്ചയായിട്ടും അവൾ ഈ വൃന്ദാവനത്തിൽ സുരക്ഷിതയാണ്. അന്ന് അടുത്ത ദിവസം പോവുകയാണ്. അന്ന് രാത്രി കീർത്തി മാതാവ് പറഞ്ഞു, രാധേ, നീ എൻ്റെ അടുക്കൽ കിടക്കണം. രാധാറാണി ഒരു കൊച്ചുകുട്ടിയെ പോലെ മാതാവിൻ്റെ അടുക്കൽ കിടന്നു. കീർത്തി മാതാവ് രാധാറാണിയെ ചേർത്ത് വെച്ച് തലോടിയിട്ട് പറഞ്ഞു, മകളെ, ഇനി നീ കൃഷ്ണനെ പ്രതീക്ഷിക്കരുത്. അപ്പോൾ രാധാറാണി പറഞ്ഞു, ഞാൻ ആരെയും പ്രതീക്ഷിക്കുന്നില്ല അമ്മേ. അപ്പോൾ പറഞ്ഞു, അല്ല മോളെ, കൃഷ്ണൻ ഇനി നിന്നെ വിവാഹം ചെയ്യില്ല. ചെയ്യാൻ വന്നാലും നീ അവൻ്റെ എത്രാമത്തെ ഭാര്യയാണാകുന്നത്? അതമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല മോളെ. അപ്പോൾ രാധാറാണി പറഞ്ഞു, അമ്മേ, അത് അവസാനിച്ചു കഴിഞ്ഞു, ഇനി എൻ്റെ അമ്മ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട മോളെ. അമ്മ പോയി തിരിച്ചു വരുന്നതിനകം എൻ്റെ പൊന്നുമോളല്ലേ, ഒരു വിവാഹത്തിന് സമ്മതിക്കണേ. അയൻ ഇപ്പോഴും തയ്യാറാണ് നിന്നെ വിവാഹം കഴിക്കാൻ. അപ്പോൾ പറഞ്ഞു, അമ്മേ, തീർത്ഥാടനത്തിന് പോകുമ്പോൾ മറ്റൊന്നും ചിന്തിക്കാൻ പാടില്ല. എൻ്റെ അമ്മ പോയിട്ട് വരൂ അമ്മേ. അണച്ചു വെച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ ശിരസ് നനയുന്നതായി രാധാറാണിക്ക് തോന്നി. രാധാറാണി കണ്ണു തുറന്നു. അതേ, കരയുകയാണ്. കീർത്തി മാതാവ് കരയുകയാണ്. അന്ന് രാത്രി കീർത്തി മാതാവ് ഉറങ്ങിയിട്ടില്ല. അടുത്ത ദിവസം പ്രഭാതമായപ്പോൾ ഇതാ കീർത്തി മാതാവ് തീർത്ഥാടനത്തിനായി പോവുകയാണ്. കീർത്തി മാതാവിനെ യാത്ര അയക്കാൻ എല്ലാവരും വന്നു.
കീർത്തി മാതാവ് നടന്ന് രഥത്തിനടുത്തെത്തി. ഒരിക്കൽ കൂടി രാധാറാണിയുടെ അടുത്ത് വന്നു. രാധാറാണിയുടെ മുഖം തൻ്റെ കൈകൾ കൊണ്ട് കോരിയെടുത്തു. ഒന്നും മിണ്ടിയില്ല. ആ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. കണ്ണുനീർ ധാരധാരയായി ഒഴുകി. രാധാറാണി കടിച്ചു പിടിച്ചു നിന്നു. രാധാറാണിയുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. തലമുടി തലോടി. മോളെ മോളെ, മോക്കമ്മയോട് വിരോധമുണ്ടോ? മോക്കമ്മയോട് ദേഷ്യമുണ്ടോ? മോളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നതിന്? എന്താ അമ്മയെ പറയുന്നത്? അമ്മ തീർത്ഥാടനത്തിന് പോയില്ലെങ്കിലാണ് എനിക്ക് സങ്കടം. എൻ്റെ അമ്മ പോയിട്ട് വരൂ, എൻ്റെ അമ്മ പോയിട്ട് വരൂ. പോയിട്ട് വരുമ്പോൾ അമ്മയെ സ്വീകരിക്കാൻ ഇവിടെ ഞാനുണ്ടാകും. രാധാറാണിയുടെ മാതാവ് രഥത്തിലേക്ക് കയറി. ഒരിക്കൽ കൂടി രാധാറാണിയുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. രഥം മുന്നോട്ടേക്ക് നീങ്ങി. ആ പിടികൾ അയഞ്ഞു. രാധാറാണിയുടെ മാതാവ് കൈവീശി കാണിച്ചു. രാധാറാണിയും കൈവീശി കാണിച്ചു. ആ രഥം അകലുകയാണ്. ആ രഥം അകലുകയാണ്. ആ രഥം കണ്ണിൽ നിന്ന് മറഞ്ഞു. കണ്ണിൽ നിന്ന് മറയുന്നത് വരെ രാധാറാണി നോക്കി നിന്നു. ഓരോരുത്തരായി പിരിഞ്ഞു പോവുകയാണ്. ഓരോരുത്തരായി പിരിഞ്ഞു പോവുകയാണ്. ഒടുവിൽ രാധാറാണി ഒറ്റയ്ക്കായി. രാധാറാണി തനിച്ചായി. രാധാറാണിക്ക് സങ്കടം സഹിക്കാൻ വയ്യ. ഹൃദയം പൊട്ടുന്ന വേദന. രാധാറാണി പായുകയായിരുന്നു. കിടക്കയിൽ വീണ് രാധാറാണി പൊട്ടിക്കരഞ്ഞു. രാധ എന്നും ഏകയാണ്. രാധ എന്നും ഒറ്റയ്ക്കാണ്. രാധ കൃഷ്ണനെ ആഗ്രഹിച്ചു. കൃഷ്ണൻ എന്നെ തനിച്ചാക്കി കളഞ്ഞു. എന്നെ തനിച്ചാക്കി കളഞ്ഞു. ഇപ്പോൾ ഇതാ എന്നെ തനിച്ചാക്കി. എൻ്റെ മാതാവും തീർത്ഥാടനത്തിന് പോയി. ഞാൻ ഏകയാണ്. രാധ എന്നും ഏകയാണ്. രാധാറാണി കരഞ്ഞ് തളർന്ന് അങ്ങനെ ഉറങ്ങുകയാണ്. കരഞ്ഞ് തളർന്ന് കിടന്നുറങ്ങുകയാണ്. അതെ, കണ്ണൻ്റെ രാധ എന്നെല്ലാവരും പാടിപ്പുകഴ്ത്തുന്ന, കണ്ണൻ്റെ മാത്രം പെണ്ണെന്ന് എല്ലാവരും പാടിപ്പുകഴ്ത്തുന്ന രാധ ആരുമില്ലാതെ കരഞ്ഞ് തളർന്ന് കിടക്കുകയാണ്. ഉറങ്ങുകയാണ് രാധ. കണ്ണൻ്റെ രാധ ഉറങ്ങുകയാണ്. ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെൻ്റെ രാധേ ഉറക്കമായോ. രാജീവനയനൻ്റെ വാർത്തകൾ കേട്ടെൻ്റെ രാധേ ഉറക്കമായോ. ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെൻ്റെ രാധേ ഉറക്കമായോ. രാജീവനയനൻ്റെ വാർത്തകൾ കേട്ടെൻ്റെ രാധേ ഉറക്കമായോ. നിന്റെ കണ്ണീരൊരു കാളിന്തിയായത് തെല്ലുമറിഞ്ഞില്ല കണ്ണൻ. നിന്റെ കണ്ണീരൊരു കാളിന്തിയായത് തെല്ലുമറിഞ്ഞില്ല കണ്ണൻ. നിന്റെ ചിലങ്കകൾ മൂകമായി തീർന്നതും തെല്ലുമറിഞ്ഞില്ല കണ്ണൻ. നിന്റെ ചിലങ്കകൾ മൂകമായി തീർന്നതും തെല്ലുമറിഞ്ഞില്ല കണ്ണൻ. ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെൻ്റെ രാധേ ഉറക്കമായോ. രാജീവനയനൻ്റെ വാർത്തകൾ കേട്ടെൻ്റെ രാധേ ഉറക്കമായോ. ആരുമില്ലാതെ ഒറ്റപ്പെട്ട് ഒരു വലിയ വീട്ടിൽ തനിച്ചു കിടക്കുകയാണ് രാധാറാണി. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ വീട്ടിൽ ആരുമില്ലാതെ നിങ്ങൾ ഒറ്റയ്ക്ക് കിടക്കുന്ന രംഗം. അപ്പോൾ മാത്രമേ ആ വേദന മനസ്സിലാകൂ. ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ കാമുകൻ നിങ്ങളെ ഉപേക്ഷിച്ചു. കാമുകൻ ഒന്നിൽ കൂടുതൽ വിവാഹവും കഴിച്ചു. ആരുമില്ല, നിങ്ങൾക്ക് ആരുമില്ല. ഒരു വലിയ വീട്ടിൽ ഒറ്റയ്ക്കായി. ആ അവസ്ഥയാണ് രാധാജി. ആ അവസ്ഥയാണ്
ഉറങ്ങുകയാണ് രാധാജി. രാധാജി ഉറങ്ങുകയാണ്. രാധാജി ഉറങ്ങുകയാണ്. കതകുകൾ പോലും അടച്ചിട്ടില്ല. ആ സമയത്ത് ഒരാൾ നടന്നു വരികയാണ്. തൂവെള്ള വസ്ത്രം ധരിച്ച ഒരാൾ നടന്നു വരികയാണ്. അയാൾ നടന്നു വന്ന് ആ വീട്ടിനകത്തേക്ക് കയറി. ആ സമയത്ത് ജനാലകൾ തുറന്നടഞ്ഞു. അയാൾ നടക്കുകയാണ് രാധാറാണിയുടെ മുറിയിലേക്ക്. അതെ, തൻ്റെ മുറിയിലേക്ക് മറ്റൊരാൾ കടന്നു വരികയാണ്. മറ്റൊരു പുരുഷൻ കടന്നു വരികയാണ്. അതറിയാതെ പാവം രാധാറാണി മയങ്ങുകയാണ്. രാധാറാണിയുടെ മുറിയുടെ അടുക്കലേക്ക് എത്തി. ചാരിയിട്ടിരുന്ന കതകുകൾ താനേ തുറന്നു. ആ തൂവെള്ള വസ്ത്രധാരിയായ പുരുഷൻ അതിനകത്തേക്ക് ചുവടുകൾ വെച്ച് രാധാറാണിയുടെ അടുക്കലെത്തി. ഒന്നും അറിയാതെ കിടക്കുകയാണ് രാധാറാണി. അന്യപുരുഷൻ വീട്ടിലേക്ക് കയറിയതറിയാതെ കിടക്കുകയാണ് രാധാറാണി. ആരാണീ വന്നത്? ആരാണിപ്പോൾ കടന്നു വന്നിരിക്കുന്നത്? പറയാമോ? ആരാണെന്ന് പറയാമോ? അടുത്ത ചൊവ്വാഴ്ച ഞാൻ കാത്തിരിക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആരുമല്ല. എങ്കിലും ചിന്തിച്ചു നോക്കൂ, ആരായിരിക്കും? രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.